നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഓരോ ദിവസവും ഒരു കുറ്റകൃത്യമെങ്കിലും ഈ കേരളത്തിൽ നടക്കുന്നുണ്ട്. അതായത് അത് നടക്കാതെ പോകുന്നില്ല. ഇന്നിപ്പോൾ ഏറ്റവും പുതുതായിട്ട് നടക്കുന്ന ഒരു വാർത്തയാണ്. അതായത് സ്വന്തം ഭാര്യയെ യുവാവ് വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മുടെ തിരുവനന്തപുരത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം കല്ലിയൂരിലാണ്. അപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അതായത് ദിവസം പ്രതി ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. ഒരു അന്ത്യവുമില്ല അല്ലേ? അതായത് ഒരു സംശയത്തിന്റെ പേരിലാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നിരിക്കുന്നത്. ഈ ഒരു അരുംകൊലയുടെ ഒരു ഞെട്ടൽ തന്നെയാണ് കല്ലിയൂർ. കാരണം കൂരുട്ടുവിളയ്ക്ക് സമീപം താമസിക്കുന്ന ബിൻസി എന്ന യുവതിയെയാണ് അതിദാരുണമായി ഭർത്താവ് സുനിൽ കൊലപ്പെടുത്തിയത്. ഇപ്പോൾ ഈ സുനിൽ നിയമം പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. ഇയാളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. ഇന്നലെയാണ് ഈ സുനിൽ ബിൻസിയെ വെട്ടിയത്. കാരണം ഇയാൾ മദ്യലഹരിയിലായിരുന്നു. ഈ സുനിൽ വീട്ടിലേക്ക് വരുമ്പോൾ ഈ ബിൻസി ആരെയോ ഫോൺ ചെയ്യുകയായിരുന്നു എന്ന ഒരു സംശയത്തിലാണ് ഇത്തരത്തിലൊരു ക്രൂര കൊലപാതകം നടത്തിയത്. ഈ വെട്ടേറ്റ് ചെവിയോട് ചേർന്ന ഭാഗം ഏറെക്കുറെ പിളർന്ന അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ രാവിലെയോടെയാണ് ഈ ബിൻസിയെ പുറത്ത് കാണാത്തതിനെ തുടർന്ന് ഈ ബന്ധുക്കളൊക്കെ അന്വേഷിച്ചെത്തിയപ്പോൾ ഈ ചോരയിൽ കുളിച്ച് അവശ നിലയിലായി ബിൻസി കിടക്കുന്നത് കണ്ടത്. പക്ഷേ ഉടൻ തന്നെ അടുത്തുള്ള ശാന്തിവിള താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അപ്പോഴേക്കും മരിക്കുകയായിരുന്നു. ഈ കൊലപാതകത്തിന് പിന്നിൽ ഇത് മാത്രമാണോ കാരണം, അതല്ല മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നടക്കം പോലീസ് അന്വേഷിക്കുകയാണ്. ഈ ദമ്പതികൾ തമ്മിൽ നിത്യവും വഴക്ക് പതിവായിരുന്നു എന്നാണ് അയൽവാസികളായ ചിലരൊക്കെ പറയുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഇപ്പോൾ കുടുംബ വഴക്ക് അത് ഒരു വഴക്കാകുന്നു, അല്ലെങ്കിൽ ദമ്പതികൾക്കിടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നു, അതൊരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെടുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വീണ്ടും വർദ്ധിക്കുകയാണ്. അതായത് ഒരു സംയമനത്തോടെ പ്രശ്നങ്ങളെ പരിഹരിക്കുക, അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തുക, അങ്ങനെ ആരും ചിന്തിക്കുന്നില്ല അല്ലേ? അപ്പോഴുണ്ടാകുന്ന ദേഷ്യം ആ ദേഷ്യത്തിൽ കൊലപാതകത്തിലേക്ക് അങ്ങ് നയിക്കപ്പെടുകയാണ്. അപ്പോൾ പല വീടുകളിലും വഴക്ക്, ഈ ദമ്പതികൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ള പല വീടുകളുമുണ്ട്. പക്ഷെ പലപ്പോഴും അത് കയ്യാങ്കളി, അതൊരു കൊലപാതകം എന്ന രീതിയിലേക്ക് കലാശിക്കുമ്പോൾ തീർച്ചയായിട്ടും ഭീകരമായ ഒരു അവസ്ഥ തന്നെയാണ്. പല ബന്ധങ്ങളിൽ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഇറങ്ങിപ്പോരുക എന്നത് വളരെ പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ, അത് വീണ്ടും ഇതിനുള്ള ഒരു ഇരകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് നമ്മൾ വാർത്തയായി അറിയുന്നു, അപ്പോൾ ദുഃഖിക്കുന്നു എന്നതല്ലാതെ അതിനൊരു പരിഹാരം കണ്ടെത്തുക എന്നത് വലിയൊരു വെല്ലുവിളിയായിട്ട് തന്നെ നിൽക്കുകയാണ് അല്ലേ? അതെ, ഇതിനിടയ്ക്ക് തന്നെ മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ചേർത്തല തിരോധാന കേസിലെ പ്രതിയായ സെബാസ്റ്റ്യൻ. അപ്പോൾ ഈ സെബാസ്റ്റ്യന്റെ അടുത്ത സുഹൃത്തായ ജയദേവന്റെ മരണത്തിന് പിന്നിലും ഇയാളാണോ എന്ന തരത്തിലൊരു സംശയമൊക്കെ ഉയരുകയാണ്. കാരണം ഇതിൽ FCI ഉദ്യോഗസ്ഥനായിരുന്നു ഈ ജയദേവൻ. 2008 ഏപ്രിൽ 7-ഓടെയാണ് ഇയാൾ മരിച്ചത്. അപ്പോൾ റെയിൽവേ ട്രാക്കിൽ ദുരൂഹ സാഹചര്യത്തിലായിരുന്നു ഈ ജയദേവന്റെ മൃതദേഹം കണ്ടെത്തിയിരുന്നത്. നിലവിൽ 4 സ്ത്രീകളുടെ തിരോധാനവും മരണവും ഒക്കെ സംബന്ധിച്ചുള്ള കേസുകളിൽ സെബാസ്റ്റ്യൻ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. ഇതിനിടയിലാണ് ജയദേവനെ ഇയാൾ കൊന്നതാണ് എന്നൊരു സംശയമൊക്കെ ഉയരുന്നത്. അപ്പോൾ സെബാസ്റ്റ്യൻ ജയദേവന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നുവെന്നും ബന്ധു റെജിമോൻ പ്രതികരിച്ചിട്ടുണ്ട്. മരിക്കുമ്പോൾ ജയദേവന് കോടികളുടെ ആസ്തിയാണ് ഉണ്ടായിരുന്നത്. ഈ ചിട്ടി നടത്തിയ തുക അടക്കം കോടികൾ ജയദേവന്റെ കയ്യിൽ ഉണ്ടായിരുന്നുവെന്നാണ് ഈ റെജിമോൻ പറയുന്നത്. പണം എങ്ങോട്ട് പോകുന്നത് ദുരൂഹമാണ്. ഈ സെബാസ്റ്റ്യന്റെ വിവാഹം നടത്തിയത് ഇയാളാണ്. അപ്പോൾ ജയദേവൻ തിരുനെല്ലൂർ ശ്രീ വിശാഖപുരം ക്ഷേത്ര കമ്മിറ്റി ഖജാൻജിയായിരുന്നു. ഈ ക്ഷേത്രത്തിന്റെ പണം ഉൾപ്പെടെ കൈകാര്യം ചെയ്തത് ജയദേവനായിരുന്നു എന്നാണ് ഈ റെജിമോൻ പറയുന്നത്. അപ്പോൾ ഈ സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് രക്തക്കറയൊക്കെ കണ്ടെത്തിയിരുന്നു. അതിപ്പോൾ അതിരമ്പുഴ സ്വദേശിനിയായ ജയനമ്മയുടേതാണെന്നാണ് ഫോറൻസിക് പരിശോധനയിൽ സ്ഥിരീകരിച്ചത്. ഈ സെബാസ്റ്റ്യൻ പണയം വെച്ചതും വിറ്റതുമായ സ്വർണ്ണാഭരണങ്ങളും ജയനമ്മയുടേത് തന്നെയാണെന്നാണ് ഏകദേശം ഉറപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ജയനമ്മയുടെ ഫോൺ സിഗ്നലുകൾ ഏറ്റവും ഒടുവിൽ ലഭിച്ചത് ഈ സെബാസ്റ്റ്യന്റെ വീടിന് സമീപത്ത് നിന്നായിരുന്നു. ഇതും സെബാസ്റ്റ്യനിലേക്ക് വിരൽ ചൂണ്ടുന്ന നിർണായക തെളിവായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫോൺ സെബാസ്റ്റ്യൻ ഉപയോഗിച്ചതിന്റെയും സിം റീചാർജ് ചെയ്തതിന്റെ ഒക്കെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ അത് മാത്രമല്ല, ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ രക്തക്കറ അല്ലെ, അത് ജൈനമ്മയുടെ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ച് വലിയൊരു നിർണായകമായൊരു വഴിത്തിരിവായിട്ട് തന്നെ മാറിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ജൈനമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യന് പങ്കുണ്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരിക്കുകയാണ്. അപ്പോൾ സെബാസ്റ്റ്യൻ ഒരു ചെറിയ പുറത്തു വരുന്ന ഓരോ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോഴും സെബാസ്റ്റ്യൻ വെറും ഒരു കൊലയാളി അല്ല അല്ലേ? ഇപ്പൊ 4 സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് സെബാസ്റ്റ്യൻ എന്നൊരു ഒറ്റ വ്യക്തിയിലേക്ക് എത്തുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ജയദേവൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കാര്യവും കൂടി വരുന്നത്. പക്ഷേ ഇപ്പൊ 4 സ്ത്രീകളെന്ന് മാത്രമല്ല
ഒരുപാട് സ്ത്രീകൾ ഇത്തരത്തിൽ ഇയാളുടെ ഇരയായിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. കാരണം ജൂലി എന്ന് പറയുന്ന ഒരു സ്ത്രീയും ജൂലിയുടെ മകനെ കുറിച്ചുമുള്ള തിരോധാന കേസുകളിലേക്കും ഇപ്പോൾ വിരൽ ചൂണ്ടുന്നുണ്ട്. പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് സെബാസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ ദിവസം കഴിയും തോറും നിരവധി സ്ത്രീകളുടെ മിസ്സിംഗുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യന്റെ പേര് ചേർത്ത് വെക്കപ്പെടുകയാണ്. ഇതിനെല്ലാം പിന്നിൽ ഇയാൾ മാത്രമാണോ എന്നുള്ളൊരു സംശയം നിഴലിക്കുകയാണ്. എന്നാൽ ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യം തന്നെയാണ് അല്ലെ. ഒരു 4-5 ഇപ്പോൾ ജയദേവന്റെ കാര്യം കൂടി എടുക്കുകയാണെങ്കിൽ 5 പേരോളം. അപ്പൊ ഈ 5 പേരോളം മിസ്സിങ്, അല്ലെങ്കിൽ അവരെ കാണുന്നില്ല, അല്ലെങ്കിൽ അവരുടെ കൊലപാതകം, ഇതിലൊരു ഒറ്റ വ്യക്തി, ഒരു സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു ഒറ്റ വ്യക്തി, അത്രയും വലിയൊരു പറമ്പൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, വലിയൊരു പറമ്പ്. അപ്പോൾ ഒരു ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ സാധിക്കുമോ എന്നതും ഒരു ചോദ്യം തന്നെയാണ്. എന്തായാലും വളരെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ്. ഒരു വ്യക്തി ഒരു പറമ്പിൽ കിടന്ന് എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത് അല്ലേ. പക്ഷെ ഇതുവരെ ഇയാൾ കുറ്റമൊന്നും സമ്മതിച്ചിട്ടില്ല. ആകെ ജയനിമയുടെ കേസിൽ മാത്രമാണ് എന്തെങ്കിലുമൊക്കെ ഇയാളൊന്ന് വാ തുറന്ന് പറയാൻ തുടങ്ങിയത്. മറ്റു കാര്യങ്ങളിലൊക്കെ പോലീസ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലെ അമ്പരപ്പിക്കുന്ന രീതിയിൽ ചിരിച്ചുകൊണ്ടാണ് എല്ലാ ചോദ്യങ്ങളും ഇയാൾ നേരിടുന്നത്. എല്ലാ ചോദ്യങ്ങൾക്കും നോ എന്നൊരു ഉത്തരം മാത്രമാണ് ഇയാൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശാസ്ത്രീയ തെളിവുകളടക്കം ശേഖരിച്ച് കേസ് അന്വേഷണം അന്തിമഘട്ടത്തിലാണെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. 2024 ഡിസംബർ 20-നാണ് ഈ ജയനമ്മയെ കാണാതായത്. ഇവർ തന്റെ സുഹൃത്തായിരുന്നെന്നും പ്രാർത്ഥനാ യോഗങ്ങളിലൊക്കെ വെച്ചാണ് പരിചയപ്പെട്ടതെന്നും ഒക്കെയാണ് ഇപ്പോൾ സെബാസ്റ്റ്യൻ മൊഴി നൽകിയിട്ടുള്ളത്. മാത്രമല്ല, ഈ ജയനമ്മയെ കാണാതായ സമയത്ത് ഈ ജയനമ്മ ഇത്തരത്തിൽ ധ്യാന കേന്ദ്രങ്ങളിൽ പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആദ്യ ദിവസമൊക്കെ കാണാതായപ്പോൾ വീട്ടുകാർ കരുതി ഇത്തരത്തിൽ ധ്യാനത്തിന് എന്തെങ്കിലും പോയതായിരിക്കുമെന്ന് കരുതി. പക്ഷെ 2-3 ദിവസം കഴിയുമ്പോഴും അവരെ കാണാതായപ്പോഴാണ് അവർ എന്തോ പറ്റിയെന്ന രീതിയിൽ അന്വേഷണം, ഒരു പരാതി എന്ന രീതിയിലേക്ക് രംഗത്ത് വരുന്നത്. അപ്പോൾ പോലീസിന്റെ നിലവിലെ നിഗമനം ഈ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് തന്നെ ഈ സെബാസ്റ്റ്യൻ ജയനമ്മയെ അപായപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയായിരുന്നു ആദ്യം മുതൽക്ക് തന്നെ സംശയം. ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് രക്തക്കറ കണ്ടെത്തിയിട്ടുണ്ട്. അത് ജയനമ്മയുടേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ഇനി DNA ടെസ്റ്റാണ് പുറത്തു വരേണ്ടത്. ആ ഫലം ഉടൻ തന്നെ പുറത്തു വരുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പൊ എന്തായാലും വരും മണിക്കൂറുകളിൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ദുരൂഹതകളും മാറി അന്വേഷണ സംഘത്തിനൊരു ശരിയായൊരു ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. വരും ദിവസങ്ങളും വരും മണിക്കൂറുകളിലും കൂടുതൽ വിവരങ്ങളൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ടും പുറത്തു വരും. ഇനി നമ്മൾ പോകുന്നത് മറ്റൊരു വാർത്തയിലേക്കാണ്. അഷ്ടമിച്ചിറ മാരേക്കാട് AML സ്കൂളിലെ അധ്യാപിക ലിപ്സിയുടെ മരണം. അതിന്റെ നടുക്കത്തിലാണ് ഒരു നാട്. തിങ്കളാഴ്ച രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ലിപ്സിയുടെ മൃതദേഹം ചൊവ്വാഴ്ച കണ്ടെത്തി. കണ്ടെത്തിയത് പെറ്റിലപ്പാറ പ്ലാന്റേഷൻ 1-ാം ബ്ലോക്ക് പാൽ സംഭരണ കേന്ദ്രത്തിന് സമീപം ചാലക്കുടി പുഴയിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ആത്മഹത്യയാണോ കൊലപാതകമാണോ ചോദ്യം ശക്തമാണ്. മരണത്തിൽ ദുരൂഹതയില്ലെന്ന് പോലീസ് അറിയിച്ചു. എന്തായാലും അപ്പോൾ ദുരൂഹതയില്ലെന്ന് അറിയിക്കുമ്പോൾ തീർച്ചയായിട്ടും ആത്മഹത്യ ആയിരിക്കണം. എന്തായാലും കുറച്ച് ദിവസമായി ചികിത്സയിലായിരുന്ന ലിപ്സി അവധിയായിരുന്നു. കൊടുങ്ങല്ലൂർ സ്വദേശി രാജീവ് കുമാറിന്റെ ഭാര്യയാണ് ലിപ്സി. തിങ്കളാഴ്ച രാവിലെയാണ് ഇവർ വീട്ടിൽ നിന്ന് പോയത്. പട്ടുപാവാട തയ്ക്കാൻ അമ്മ സാരി വാങ്ങിയിട്ടുണ്ട്, എത്താൻ അല്പം വൈകുമെന്ന് മകളെ വിളിച്ചു പറഞ്ഞിട്ടാണ് ലിപ്സി വീട്ടിൽ നിന്ന് പോകുന്നത്. പക്ഷെ പിന്നീട് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. വൈകിട്ട് തിരിച്ചെത്തിയില്ല. അതോടെ രാജീവ്, അതായത് ഭർത്താവ്, കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നു. പോലീസിന്റെ അന്വേഷണത്തിൽ മൊബൈൽ ഫോണിന്റെ ലൊക്കേഷൻ അതിരപ്പള്ളി ഭാഗത്താണെന്ന് കണ്ടെത്തുകയുണ്ടായി. പിന്നീട് ഈ ഒരു പരിസരത്ത് ലിപ്സിയുടെ സ്കൂട്ടർ കണ്ടെത്തി. ഇതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പുഴയിൽ മൃതദേഹം കണ്ടെത്തിയത്. അപ്പൊ എന്താണ് സംഭവിച്ചത് എന്നൊരു ചോദ്യം തന്നെയാണ്. ആത്മഹത്യയാണോ കൊലപാതകമാണോ ചോദ്യം ശക്തമാണ്. ദുരൂഹതയില്ലാന്ന് പോലീസ് പറയുന്നു. അപ്പോൾ ആത്മഹത്യ തന്നെയായിരിക്കും. അപ്പോൾ എന്താണ് കാരണം? തീർച്ചയായിട്ടും ആത്മഹത്യയൊക്കെ വീണ്ടും വീണ്ടും വർദ്ധിക്കുന്നത് ഓരോ സംഭവങ്ങളും വളരെ വേദന ഉളവാക്കുന്നതാണ്. ഇതിനിടെ തന്നെ ഒരു നിർണായകമായ ഒരു വാർത്ത കൂടിയുണ്ട്. വീണ്ടും കൊലവിളിയുമായി പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസ് പ്രതി ചെന്താമര എത്തിയിട്ടുണ്ട്. തന്റെ കുടുംബത്തെ നശിപ്പിച്ച ആരെ വെറുതെ വിടില്ലെന്നാണ് ഈ ചെന്താമര പറയുന്നത്. ഈ വിചാരണയ്ക്കായി കോടതിയിൽ ഹാജരാക്കിയപ്പോഴായിരുന്നു ചെന്താമരയുടെ ഈ കൊലവിളി. ഈ ചെന്താമര പുറത്തിറങ്ങുന്നത് നാട്ടുകാരുടെ ജീവന് ഭീഷണിയാണെന്ന് കാണിച്ചായിരുന്നു പ്രോസിക്യൂഷൻ നേരത്തെ ചെന്താമരയുടെ ജാമ്യത്തെ എതിർത്തിരുന്നത്. ഇത് കോടതി അംഗീകരിക്കുകയായിരുന്നു. ഏകദേശം ജനുവരി 27-നാണ് പോത്തുണ്ടി നാടിനെ നടുക്കിയ ഇരട്ട കൊലപാതകം നടന്നത്. അയൽവാസി കൂടിയായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെയായിരുന്നു ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. 2019-ൽ സുധാകരന്റെ ഭാര്യ സജിതയെ ചെന്താമര കഴുത്തറുത്ത് കൊലപ്പെടുത്തിയിരുന്നു. അപ്പോൾ തന്റെ ഭാര്യ പിണങ്ങി പോകുവാൻ കാരണം അയൽവാസികളായ സജിതയും പുഷ്പയുമാണെന്നൊക്കെയാണ് ഈ ചെന്താമരയുടെ വിശ്വാസം. അപ്പോൾ ഈ ഒരു വിശ്വാസത്തിലാണ് ഇയാൾ അതായത് ഇവർ കൂടോത്രമൊക്കെ നടത്തിയാണ് തന്റെ ഭാര്യയെ തന്നെ നിന്ന് അകറ്റുവാൻ ശ്രമിച്ചതെന്നൊക്കെ വിശ്വസിച്ചിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിലായിരുന്നു സജിതയെ ചെന്താമര കൊലപ്പെടുത്തിയത്. ഈ ഒരു കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോഴായിരുന്നു ഈ സുധാകരനെയും ലക്ഷ്മിയെയും ചെന്താമര കൊലപ്പെടുത്തിയത്. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ താൻ ഇങ്ങനെയാകാൻ കാരണക്കാരായ പലരെയും കൊലപ്പെടുത്തുമെന്നുള്ള ഒരു കൊലവിളി ഇപ്പോൾ ഇയാൾ നടത്തിയിരിക്കുന്നത്.